നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഹിന്ദു നേതാക്കളെയും BJP നേതാക്കളെയും വധിക്കാൻ സിദ്ദിഖ് കാപ്പൻ പദ്ധതി തയ്യാറാക്കിയത് ദേശീയ മാധ്യമങ്ങളിൽ വൈറൽ വാർത്ത. NIA കണ്ടെത്തലും കൂട്ടുപ്രതികളുടെ കുറ്റസമ്മതവും ആദ്യം പുറത്തുവിട്ടത് മാർച്ച് 18-ന് കർമ്മ ന്യൂസ്. മലയാള മാധ്യമമായ കർമ്മ ന്യൂസാണ് ആദ്യമായി ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറത്തുവിട്ടത്. തുടർന്ന് കേരളത്തിൽ മാർച്ച് 19-ന് ഇത് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് കേരളത്തിലെ ഒരു മാധ്യമവും ദേശീയ തലത്തിൽ വൻ ചർച്ചയായ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. മലയാളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ഇത് ഇന്റർനാഷണൽ മീഡിയ ടൈംസ് അൽ ജബ്ര കാപ്പൻ ഹിന്ദു നേതാക്കളെ വധിക്കാൻ തയ്യാറാക്കിയ പദ്ധതി എന്ന പേരിൽ വൻ വാർത്ത പ്രസിദ്ധീകരിച്ചു. കൊല്ലാൻ പദ്ധതിയിട്ട BJP നേതാക്കളുടെ ചിത്രവും അവർ പബ്ലിഷ് ചെയ്തു. രാജ്യാന്തര തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയായിട്ടും മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തത്? മലയാള മാധ്യമങ്ങളുടെ ഈ സെലക്റ്റീവ് മാധ്യമ പ്രവർത്തനത്തിന്റെ പിന്നിലെ വികാരം എന്താണ്? ദേശീയ മാധ്യമമായ മൈൻഡ് മേക്കേഴ്സ് BJP നേതാക്കളെ കൊലപ്പെടുത്താൻ PFIയുടെ ഹിറ്റ് സ്ക്വാഡിന് നിർദ്ദേശം നൽകിയത് സിദ്ദിഖ് കാപ്പനാണ് എന്ന തലക്കെട്ടിൽ ഇംഗ്ലീഷിൽ വാർത്ത പുറത്തുവിടുന്നു. ഇതാ അടുത്ത ദേശീയ മാധ്യമം സിദ്ദിഖ് കാപ്പനെതിരായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. സിദ്ദിഖ് കാപ്പൻ എന്ന മലയാളി പോപ്പുലർ ഫ്രണ്ട് നേതാവ് BJP നേതാക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകി. 2020 ഡൽഹി ഹിന്ദു വിരുദ്ധ കലാപത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയതിന് കപിൽ മിശ്രയെയും പർവേഷ് വർമ്മയെയും കൊല്ലാൻ സിദ്ദിഖ് കാപ്പൻ PFIയുടെ ഹിറ്റ് സ്ക്വാഡിന് നിർദ്ദേശം നൽകിയെന്ന വാർത്തയാണ് പുറത്തുവിടുന്നത്. ഇതാ അടുത്ത ദേശീയ മാധ്യമം മിറർ നൗവിന്റെ റിപ്പോർട്ട്. മിറർ നൗവിന്റെ തലക്കെട്ടിങ്ങനെ: ബ്രേക്കിംഗ് ന്യൂസ്, കപിൽ മിശ്രയെയും പർവേഷ് വർമ്മയെയും കൊലപ്പെടുത്താൻ PFIയുടെ ഹിറ്റ് സ്ക്വാഡിന് നിർദ്ദേശം നൽകിയത് സിദ്ദിഖ് കാപ്പൻ. ഈ രാത്രിയിലെ ഏറ്റവും വലിയ വാർത്തയെന്നാണ് മിറർ നൗ ഈ വാർത്തയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ദേശീയ മാധ്യമം ദ റിപ്പബ്ലിക്. റിപ്പബ്ലിക്കിന്റെ തലക്കെട്ട് ഇങ്ങനെ: ഡൽഹി BJP നേതാക്കളെ കൊലപ്പെടുത്താൻ സിദ്ദിഖ് കാപ്പൻ ഹിറ്റ് സ്ക്വാഡിന് നിർദ്ദേശം നൽകിയോ? ഈ രാത്രിയിലെ ഏറ്റവും വലിയ വാർത്ത എന്നാണ് ദി റിപ്പബ്ലിക് എന്ന ദേശീയ മാധ്യമം ഈ വാർത്തയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ പ്രധാന മാധ്യമങ്ങൾ പ്രധാന തലക്കെട്ടായി നൽകിയ വാർത്തയാണ് സിദ്ദിഖ് കാപ്പൻ ഡൽഹിയിലെ BJP നേതാക്കളെ കൊലപ്പെടുത്താനായി കൊട്ടേഷൻ നൽകി എന്നുള്ള വാർത്ത. അതായത് കേരളത്തിലെ മഞ്ചേരിയിലെ ഗ്രീൻ വാലി എന്ന ക്യാമ്പസിനുള്ളിൽ നടന്ന PFIയുടെ രഹസ്യ യോഗത്തിൽ വെച്ച് സിദ്ദിഖ് കാപ്പൻ ഈ BJP നേതാക്കളെ കൊലപ്പെടുത്താൻ ഹിറ്റ് സ്ക്വാഡിന് നിർദ്ദേശം നൽകി എന്നുള്ളത് ആ യോഗത്തിൽ തന്നെ പങ്കെടുത്ത കമാൽ അടക്കമുള്ള ആളുകൾ NIAക്ക് നൽകിയ മൊഴിയാണ്. ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് കർമ്മ ന്യൂസ് ആയിരുന്നു. ഈ മാസം 18-ാം തീയതിയാണ് കർമ്മ ന്യൂസ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറത്തുവിട്ടത്. അതിനുശേഷം മലയാളത്തിലെ ജന്മഭൂമി എന്ന ഒരു മാധ്യമം മാത്രമാണ് ഈ വാർത്ത ഗൗരവത്തോടുകൂടി പ്രസിദ്ധീകരിച്ചത്. മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ടില്ലെന്നടിച്ചു. ദേശീയ മാധ്യമങ്ങൾ പിന്നുള്ള ദിവസങ്ങളിൽ ഇത് പ്രധാന തലക്കെട്ടായും പ്രധാന വാർത്തയായും പ്രസിദ്ധീകരിച്ചു. അന്തർദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഗൗരവത്തോടുകൂടി പ്രസിദ്ധീകരിച്ചു. എന്നിട്ടും മലയാളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത കാണാതെ പോയത് എന്തുകൊണ്ടാണ്? മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തു കാരണത്താലാണ് ഈ വാർത്ത അവർക്ക് വാർത്തയല്ലാതായി മാറിയത്? മാർച്ച് മാസം 18-ാം തീയതിയാണ് കർമ്മ ന്യൂസ് ഇത് സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ വാർത്ത പുറത്തു വരുന്നത്. സിദ്ദിഖ് കാപ്പനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ. NIA രേഖപ്പെടുത്തിയ തെളിവുകളിൽ മലയാളിയായ സിദ്ദിഖ് കാപ്പൻ ദില്ലിയിലെ പ്രമുഖ BJP നേതാക്കളെ വധിക്കാൻ ചർച്ചയും പദ്ധതിയും തയ്യാറാക്കിയെന്ന നിർണായക വിവരങ്ങളാണ് കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത്. കർമ്മ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അത്. 2020 ഡൽഹി കലാപത്തിൽ പൗരത്വ ഭേദഗതിക്കെതിരായ സമരം ദില്ലിയിൽ വൻ കലാപമായി മാറി. വടക്കുകിഴക്കൻ ഡൽഹിയിലെ ജാഫ്രാബാദിൽ നിന്നാണ് കലാപത്തിന്റെ ഉത്ഭവം. കലാപം അടിച്ചമർത്താൻ ദില്ലി പോലീസ് മടിച്ചു നിന്നപ്പോൾ ഹരിയാനയിൽ നിന്ന് ജാട്ട് ഗുജ്ജർ സായുധ സംഘങ്ങളെ എത്തിച്ച് കലാപകാരികളെ തുരത്തിയത് കപിൽ മിശ്രയും പർവേഷ് വർമ്മയുമാണ്. ദില്ലി പോലീസ് പൗരത്വ ഭേദഗതി വിരുദ്ധ സമരം കൈകാര്യം ചെയ്യാൻ മടിച്ചു നിന്നപ്പോഴാണ് ഹരിയാനയിൽ നിന്ന് ജാട്ട് ഗുജ്ജർ സായുധ സംഘങ്ങളെ എത്തിച്ച് BJP നേതാക്കളായ കപിൽ മിശ്രയും പർവേഷ് വർമ്മയും ഈ സമരത്തെ അടിച്ചമർത്തിയത്. ഇതിന്റെ പ്രതികാരമായിട്ടാണ് കപിൽ മിശ്രയെയും പർവേഷ് വർമ്മയെയും കൊലപ്പെടുത്താൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി തയ്യാറാക്കിയത്. ദില്ലി കലാപം പരാജയപ്പെട്ട ചർച്ച ചെയ്യാൻ പോപ്പുലർ ഫ്രണ്ട് മലപ്പുറം മഞ്ചേരിയിലെ ക്യാമ്പ് ആസ്ഥാനമായ ഗ്രീൻ വാലി അക്കാഡമിയിൽ ഓപ്പറേഷൻ മീറ്റിംഗ് ചേരുകയായിരുന്നു.
പോപ്പുലർ ഫ്രണ്ട് 2020 സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലിയിൽ അക്കാദമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ BJP നേതാക്കളെ വധിക്കാൻ സിദ്ദിഖ് കാപ്പൻ നിർദ്ദേശം നൽകിയതായിട്ടാണ് ഇപ്പോൾ ഇതേ തീവ്രവാദ ക്യാമ്പ് മീറ്റിംഗിൽ പങ്കെടുത്തവർ NIAക്ക് മൊഴി നൽകിയിട്ടുള്ളത്. ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ലക്നൌ ജയിലിൽ കഴിയുന്ന PFIയുടെ കമാൻഡർ KP കമാൽ, ഹിറ്റ് സ്ക്വാഡ് പരിശീലകരായ അൻഷാദ് ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നിവരെ NIA ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. 2020 സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ BJP നേതാക്കളെ വധിക്കാൻ സിദ്ദിഖ് കാപ്പൻ നിർദ്ദേശം നൽകിയതായി ഇവരുടെ മൊഴിയിൽ വ്യക്തമായി പറയുന്നു. ഇതിൽ ബദറുദ്ദീന്റെ മൊഴിയിൽ അടിവരയിട്ട് പറയുന്നത് ഇങ്ങനെ: I know Siddiq Kapan and Rauf Sharif. Siddiq Kapan has worked for think tank for PFI by he living in Delhi. He had directed to target of the individual of Hindu organization after the decision of Babri Masjid. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കൻ ഡൽഹി കലാപത്തിൽ ഹിന്ദു വിഭാഗത്തിന്റെ തിരിച്ചടിക്ക് നേതൃത്വം നൽകിയ BJP നേതാക്കളായ കപിൽ മിശ്ര, പർവേഷ് വർമ്മ എന്നിവരെ വധിക്കാനായിരുന്നു കാപ്പന്റെ ആഹ്വാനം. വടക്കൻ ഡൽഹി കലാപത്തിൽ ഹിന്ദു വിഭാഗത്തിന്റെ തിരിച്ചടിക്ക് നേതൃത്വം നൽകിയ BJP നേതാക്കളായ കപിൽ മിശ്ര, പർവേഷ് വർമ്മ എന്നിവരെ വധിക്കാനായിരുന്നു കാപ്പന്റെ ആഹ്വാനം. കാപ്പൻ നിർദ്ദേശം നൽകിയ BJP നേതാക്കളെ വധിക്കാനുള്ള സംഘം മലയാളികളായ ബദറുദ്ദീനും ഫിറോസ് ഖാനും അടങ്ങിയവരായിരുന്നു. ഇവരിൽ നിന്നും സ്ഫോടക വസ്തുക്കളും തോക്കുകളും അടക്കം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഇവർ മണി പോലെ നടന്ന കാര്യങ്ങൾ എണ്ണിപ്പറയുകയാണ്. ഈ വാർത്തയാണ് ഈ മാസം 18-ാം തീയതി അതീവ ഗൗരവത്തോടുകൂടി ബിഗ് ബ്രേക്കിംഗ് ആയി കർമ്മ ന്യൂസ് പുറത്തുവിട്ടത്. ആ വാർത്ത അടുത്ത ദിവസങ്ങളിൽ രാജ്യത്തെയും അന്തർദേശീയ തലത്തിലെയും പ്രധാന മാധ്യമങ്ങൾ പ്രധാന വാർത്തയായി നൽകി. എന്നിട്ടും മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എന്തിനാണ് മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നത്? സിദ്ദിഖ് കാപ്പൻ ഈ മാധ്യമങ്ങൾക്കാരാണ്? സിദ്ദിഖ് കാപ്പൻ PFIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനും രാജ്യത്ത് വലിയ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ആളുമാണെന്ന് NIA തന്നെ കണ്ടെത്തിയതാണ്. ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന സിദ്ദിഖ് കാപ്പനെതിരെ അതിഗുരുതരമായ ആരോപണമാണ് കൂട്ടാളികൾ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 2 BJP നേതാക്കളെ വധിക്കാൻ വേണ്ടി സിദ്ദിഖ് കാപ്പൻ ഗൂഢാലോചന നടത്തി അവർക്ക് ഹിറ്റ് സ്ക്വാഡിന് നിർദ്ദേശം നൽകിയെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിട്ടും മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചന തന്നെയുണ്ട്.